ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഫിഷ് കറി റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, 2 തണ്ട് മല്ലിയില, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു ചെറിയൊരു ഉള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 3 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതാ ക്രഷ് ചെയ്ത ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ എണ്ണയിലിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂണ് മുളക് പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഉലുവപ്പൊടി. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് നേരത്തെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1-1.5 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഞാനിതിലേക്ക് 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് പറയാൻ വിട്ടു. അപ്പോൾ നന്നായിട്ട് തന്നെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഗ്രേവി നന്നായിട്ട് തന്നെ തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നെയ്മീനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില, അതിന് പകരമായി ഞാൻ കറിവേപ്പില ഉണക്കി പൊടിച്ചതാണ്. ഇത് 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കറിവേപ്പിലിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മുളക് കറി റെഡി ആയിട്ടുണ്ട്. ഇനി മുളക് കറി കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതാ 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 2 കറി ഇതിലേക്ക്, അപ്പോൾ മുളക് കറി വേണ്ടവർക്ക് ആദ്യം മുളക് കറി ഒന്ന് കോരി മാറ്റി വെക്കാം. ബാക്കിയിൽ ഈ ഒരു തേങ്ങാപ്പാലും അടിച്ചൊഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം.